തേങ്ങ ഏട്ടൻ പറഞ്ഞതും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ കല്ല് പൊട്ടിക്കഴിഞ്ഞാൽ വെച്ചാലില്ലേ അമ്മടേക്ക് പരാതി പറയാൻ. നമ്മുടെ അടുത്ത് പരാതി പറയല്ലേ, പിന്നെ ആദ്യം അത് വാങ്ങണം. പിന്നെ ആരോട് പരാതിപ്പെട്ടിട്ടും കാര്യമില്ല, കല്ല് പൊട്ടി പോയില്ല. ഇന്നില്ലേ എൻ്റെ അനിയേട്ടനെ ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ. എന്താണെന്നറിയോ? ചക്കപ്പായസം. ഇന്നലെ ചക്ക വരട്ടി വെച്ചപ്പോൾ തുടങ്ങിയതാണ്. പായസം ഉണ്ടാക്കണില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആ പായസം ഉണ്ടാക്കി കൊടുക്കണ്ടേ. തേങ്ങ പൊളിച്ച് തന്നു. ഇനി ഇത് ചിരവല്ലേ വേണ്ടുള്ളൂ. ചിരവിയും തരൂല്ലേ? ഓ, വായിൽ ചിരവ തരാം. ചിരവിയ മതി. പിന്നെതാ സുവിന് ചെറിയതാക്കി നല്ല ചിരവല്ല. ഞങ്ങളില്ലേ ഇപ്പൊ സമയം കുട്ടികള് മുഴുവൻ ചെറിയിപ്പോ അത് കൂടി അങ്ങോട്ട് ആയിക്കോട്ടെ. ഇതേട്ടാ വേണോ? നിക്കുണ്ട്. എന്താ തേങ്ങ വെള്ള അത് തന്നു. ഞാൻ വിചാരിച്ചു ചായ പാത്രം അവിടെ എന്താ വെള്ളം നനവായിട്ടേ അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ലതാ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെള്ളം ഒന്ന് നനവ് വിട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുവയ്ക്കും കേട്ടോ. ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയാണ്. കത്തി അവിടെ അല്ലേ? കത്തിയും കൊണ്ട് തേങ്ങ കണ്ടോ? എനിക്ക് ഈ അടുപ്പ് വൃത്തിയാക്കണത് ഒരു വീഡിയോ ഇട്ട് തന്നിരുന്നു കേട്ടോ ഒരു ചേച്ചി. അപ്പം എണ്ണ തേച്ച് കൊടുത്താൽ മതി ഇത്രേ. ഇവിടെ നിന്ന് പിന്നെ അത്ര ആ വലിയ നമ്മൾ സോപ്പും ഇതൊക്കെ ഇട്ട് കഴുകും കൊണ്ട് അത്ര വലിയ പ്രശ്നം വരില്ല കേട്ടോ. അതിൻ്റെ മുമ്പ് തേച്ച് വയ്ക്കും. 2 തേങ്ങ മതിയോ? മതിയില്ലേ? പായസം വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ പിന്നെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പായസം എല്ലാവരും കുടിക്കാലോ. നമുക്ക് ഷുഗർ ഉണ്ടോ? അപ്പം ഇയും കുടിച്ചോ. ഷുഗർ ഉണ്ടെങ്കിൽ പറ്റില്ല. ഷുഗറിനൊക്കെ കുടിക്കണ്ട. ഇല്ലാത്തോണ്ട് ധൈര്യമായിട്ട് കുടിച്ചോ. നിനക്ക് വേണോ ചാത്തൂ? നാളെ ചക്കപ്പ ഉണ്ടാക്കത്തരാം കേട്ടോ. ആ ചക്കയുടെ കഴിയുന്ന വരെ. അനിയറിന് പായസം ഭയങ്കര ഇഷ്ടം കേട്ടോ. മധുരം എല്ലാ പായസവും ഇഷ്ടമല്ല. ചക്കപ്പായസം, പാലട പ്രഥമൻ, അതേപോലെ തന്നെ എനിക്ക് ചെറുപയർ ഇതൊക്കെ ഇഷ്ടമുള്ളൂ. സേമിയൊക്കെ അല്ലേ പറയും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം സേമിയ പായസം. സേമിയം അത് എൻ്റെ അമ്മ വെക്കും കേട്ടോ നന്നായിട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കൂടെ എന്താ ചൊവ്വരി ഇട്ടിട്ട് നന്നായിട്ടുണ്ടാക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മ ഈ പഴവും പിന്നെ പായസം കുറുക്കണ്ടേ? ഇവിടെ കട്ട വേണം പായസം. പായസം കട്ട വേണം കുറച്ച്. പിന്നെന്താണ് മോരും വെള്ളം മാതിരിയാണോ പായസം ഉണ്ടാക്കുക? എന്നാലാണ് കട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും ആ പപ്പടമൊക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ പറ്റുള്ളൂ ചേട്ടാ. എന്താ നമുക്കൊരു ദിവസമല്ലേ ഇതുണ്ടാക്കണം. തിരുവനന്തപുരംകാരുടെ ബോളി കുറച്ച് അത് എന്താ രസമില്ലാന്ന്. നല്ല രസമുണ്ട് പായസത്തിൽ ഉടച്ച് കഴിക്കാൻ. അത് പായസത്തിൽ ഉടച്ച് കഴിക്കുന്നതാണ്, വെറുതെ കഴിക്കാനാണ്. ചെറുപയർ പായസവും പിന്നെ എന്ത് പായസമായിരുന്നു? ചെറുപയർ പായസം ഉണ്ടായിരുന്നു, അന്ന് പാലട പ്രഥമനും ഉണ്ടായിരുന്നു. ഇത് രണ്ടും പാടെ കൂട്ടിയിട്ട് ഞാൻ ഒന്ന് കിട്ടിയിട്ടില്ലേ, 2 സൈഡും പാടെ കൂട്ടി കഴിച്ചു. എനിക്കിഷ്ടമായിട്ടോ. പിന്നെ അതല്ലാതെ കേട്ടോ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ. എന്താ വെച്ചെന്നറിയോ? കുറച്ച് അതിലൊരു പൂഴിയുണ്ട് അല്ലേ? പൂഴിയുണ്ട്. നല്ല ചക്ക വരട്ടിയത് എടി അവിടെ ആ ചട്ടുക ഉണ്ടാവുന്ന കഴുകു. എന്താ സുവിന്റെ സന്തോഷം റീല് കാണുമ്പോ ഞാൻ അതാ നോക്കിയത്. എന്താ ഒരു സന്തോഷം. അല്ല മറ്റേത് ആ ചക്ക വരട്ടിയിൽ വെച്ച് നല്ല ചക്ക വരട്ടിയില്ലേ ആ സംഭവം കഴിഞ്ഞു കേട്ടോ. സെറ്റായി ഇത്രേ. അടിപൊളി.
ചില ആൾക്കാർ വീഡിയോയിൽ കമന്റ് ഇട്ടിരുന്നു എന്താന്നറിയോ ആദ്യമായിട്ടാണ് ചക്ക വരട്ടിയത് ആദ്യട്ടോ കാണുന്നത് ചക്ക വരട്ടിയത് കാണാത്തവരുണ്ടോ? അത് കഴുകാനുള്ളത് അത് തിന്നി അത് തിന്നണ്ട അതില് ഇതിരുന്നായിരുന്നോ? ഒന്നാം പുറത്ത് വെച്ചായിരുന്നല്ലേ? ഒന്നാം പാലം എടുത്ത് രണ്ടാം പാലം എടുക്കട്ടെ കേട്ടോ. എടുത്തിട്ട് വരാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം എടുക്കുക നടക്കും. മിക്സിയിൽ അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞ് വെച്ചല്ലേ അതിനേക്കാളും എളുപ്പമാണ്. തുണിയിൽ തോർത്തും മുണ്ടും കൊണ്ട് എന്താ എടുക്കുകയാണ് വെച്ചല്ലേ വേഗം കിട്ടും കേട്ടോ. അപ്പം നോക്കുമ്പല്ലേ നമ്മുടെ അടുത്ത് തോർത്തില്ല, ഉപയോഗിക്കാത്ത തോർത്തില്ല. സുകന്യ എന്താ വിളിക്കുന്നു വിചാരിക്കില്ല ഇപ്പോൾ. ചാത്തപ്പാ കേറി കേറി എവിടേക്കാ വരുന്നത് നോക്കുന്നില്ല അടുത്തേക്ക്. എന്താ നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ടേ? പായസമാക്കി കണ്ടുപിടിച്ചോ? തോനെ വേണോ കുറച്ച് വേണം? ഇരുന്നോട്ട് കുറച്ച്. ചക്കട വലിയ വരട്ടെ. ചക്കട സംഗതിയാക്കേണ്ട വരട്ടയില്ലേ? സുനി ഇതവിടെ കൊണ്ടേക്കടി. എന്താണ് ഇങ്ങനെ നോക്കും? നേരെ അടച്ചു വെച്ചിട്ടാ. പൂച്ച ഒന്നും വെച്ചാൽ പൂച്ച വരുന്നില്ലേ? ഈ മറ്റേത് വരും നോയമ്പ് വാരി ആ ചെറുതില്ലേ അത് വരും. ഈ മഴ പെയ്തിട്ട് ഈ ചക്കയും കൂടി അങ്ങോട്ട് വീഴാൻ തുടങ്ങിയപ്പോഴല്ലേ ഈ എന്താ നുഴമ്പും മാർക്കാൻ തുടങ്ങി അല്ലേ? ഒന്നാമത് ഈ കനാൽ കൂടെയൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ കൊതുവിൻ്റെ ഒക്കെ ഒരു ശല്യം എന്താ വെച്ചിട്ടാ. കാടല്ലേ അതുകൊണ്ടാ കൊതു വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ നല്ല പോലെ വരട്ടി വെച്ചതാണ് കേട്ടോ അത്. ശരി പപ്പടമൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ചോറിനില്ലേ? എവിടെന്നാ പാട്ട് പറഞ്ഞു? പൊക്ക ആക്കി പേടിയാണ് കേട്ടാ. നായി. ഓ നമ്മളിതാ ശർക്കര ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇനി വേണമെങ്കിൽ ഇനി ഒഴിച്ചു കൊടുക്കുക. ഇതും ഇളക്കലോടെ ഇളക്കി ഇതിൽ നിന്ന് കുറുകി വരട്ടെ കേട്ടോ. ഏട്ടന് എപ്പോഴും ഓരോന്നും ഉണ്ടാക്കാൻ പറയില്ല, പക്ഷെ ഇടയ്ക്ക് ഈ പായസങ്ങൾ ഉണ്ടാക്കാൻ പറയും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് പായസം ഇഷ്ടമാണ്. അത് എന്താ ചെറുപയർ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ചെറുപയർ പായസം വയ്ക്കണം വിചാരിച്ചിട്ട്. എന്താണ്ടോ അങ്ങനെ ഉടച്ച് കൊടുക്കണം. ചക്കപ്രഥമൻ അല്ലേ? ഇതൊക്കെ എപ്പോഴാണെന്നറിയോ? ചക്ക ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ കിട്ടണം അല്ലേ? അപ്പോൾ നല്ല ഇതാ. മാങ്ങ കൊണ്ടുണ്ടാവും പ്രഥമൻ? ഉണ്ടാക്കി വെക്കാം. അല്ല ചക്കയെ കൊണ്ടുണ്ടാക്കി മാങ്ങ കൊണ്ടുണ്ടാക്കാൻ പറ്റുണ്ടാവില്ലേ? മാങ്ങ കൊണ്ട് ഉണ്ടാക്കണതാണേ മാങ്ങത്തരേ. മാങ്ങ കൊണ്ട് ഞാൻ പ്രഥമൻ്റെ കാര്യം പറഞ്ഞു. ഉണ്ടാക്കി വെക്കാം. അപ്പം എല്ലാതും പരീക്ഷിക്കുമല്ലോ. ചക്കയെ കൊണ്ട് മാങ്ങ കൊണ്ട് ഉണ്ടായിക്കൂടെ? ഇവിടെ അനിയൻ ചേമ്പും തണ്ടും കൊണ്ട് പായസം ഉണ്ടാക്കിയിരുന്നു അല്ലേ അജിയേട്ടൻ? കുമ്പളങ്ങയും കൊണ്ട് ചേമ്പ്. നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയില്ല. അപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. എന്താ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ചൂടധികയോ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു. അതിങ്ങനെ ഇതാവുകയാണ് കണ്ട. ഇങ്ങനെ ഉണ്ടാവേ. നമ്മളില്ലേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ ഉണ്ടോ? ഞാൻ
ഉരുളി ഇതിൽ വെക്കാൻ പറ്റില്ല വെച്ച് ഇതിലൊക്കെ വയ്ക്കാം. ഈ ഉരുളിക്കൊരു കഥയുണ്ടല്ലേ, ഈ ഉരുളി മറക്കാൻ പറ്റാത്തൊരു ഉരുളിയാണ്. ഇനി ഇതിങ്ങനെ കുറുകി 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 സെറ്റാവണം കേട്ടോ. പായസത്തിൻ്റെയൊക്കെ പായസം ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഇളക്കി 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 രുചി വരണം അല്ലേ, കുറുകി കുറുകിയിട്ട് അപ്പോഴാണ് ശരിക്കും നമ്മുടെ പായസത്തിനുള്ള ഒരു ടേസ്റ്റ്. നമ്മുടെ അടയാണ് പറഞ്ഞു വെച്ചാലും തന്നെ, ചെറുപയറാണ് പറഞ്ഞു വെച്ചാലും തന്നെ, നമ്മൾ മൂന്നാം പാലിലൊക്കെ അങ്ങോട്ട് വേവിച്ചിട്ട് ഇങ്ങനെ കുറുകി രണ്ടാം പാലൊഴിച്ച് പിന്നെ ഒന്ന് അത്യാവശ്യം നന്നായി കുറുകി ശർക്കരപ്പാനി അതിൻ്റെ ഒക്കെ അങ്ങനെ ആ പായസത്തിന് എന്തോ ഒരു ടേസ്റ്റ്. ഒരുപാട് മധുരം വേണ്ട അറിയാം. ഇല്ല, കുറച്ച് മധുരം. അതാ ഞാനിത് നാളെ ചക്കപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളം അതല്ല തേങ്ങ പിഴിയാൻ വേണ്ടി പോകുമ്പോഴല്ലേ അടുപ്പത്ത് വെച്ച് ശ്രദ്ധിക്കില്ല ചിലപ്പോൾ, അപ്പം അത് കാരണം വെച്ചാൽ പിന്നെ നമ്മൾ ശർക്കര ഇടുമ്പോഴല്ലേ നമ്മൾ ഇന്നലെ മധുരം ഇട്ടിട്ടാണല്ലോ നമ്മൾ വരട്ടി വെച്ചത്, അപ്പം അത് നോക്കിയിട്ടാണ്, അതും കൊണ്ട് നോക്കിയിട്ടാണ് കേട്ടോ ഇടുക. എൻ്റെ അടുത്ത് കൂട്ടുകാർ ചോദിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ അളവ് പറയുമോ എന്നുള്ളത്. ഇതിൻ്റെ അളവ് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, രണ്ടര തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതിൽ ഒരു കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, പിന്നെ ബാക്കി ഇത് അത്രയും ഉണ്ടല്ലോ നമുക്കിരിക്കണോ, അത്രയും ഉണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞു വെച്ചാൽ അളവ് കൂടുതൽ വേണ്ടേ, ചിലവർക്ക് ചിലപ്പോൾ 4 ഗ്ലാസ് മതിയായിരിക്കും, നമുക്ക് ഇതിൽ 4 ഗ്ലാസ്സൊന്നും പോരല്ലോ. നമുക്ക് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് 2 ഗ്ലാസ് വേണ്ടി വരും, ചിലപ്പോൾ ഏട്ടൻ തന്നെ കുടിക്കും. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തും കുറച്ച് കൂടുതൽ ഉണ്ടാക്കും. കറി മാത്രമാണ് കേട്ടോ ഇവിടെ അധികം ചിലവില്ല. എത്ര ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അളവ് നോക്കി വെച്ചാൽ മതി. ഇനി അങ്ങനെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഓരോന്നിൻ്റെ അളവൊക്കെ മാറ്റി വെച്ചാൽ മതി. അതിൻ്റെ ആ സംഭവം നമുക്കൊന്ന് വാങ്ങണം അല്ലേ, ഇതുവരെ നമ്മൾ അങ്ങനെ നോക്കി ഉണ്ടാക്കിയിട്ടില്ല. അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഞാൻ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഏട്ടൻ്റെ വീട്ടിലുള്ള എല്ലാവരും വന്നാലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അമ്മയ്ക്ക് അത്ര അളവ് കിട്ടില്ല, പക്ഷെ ഞാനാണ് പറഞ്ഞാൽ വെച്ചാൽ എല്ലാവർക്കും എത്തിക്കുമ്പോൾ അമ്മ പറയും, നമ്മളിത് പൊന്തിച്ച് പറയുകയല്ല, എപ്പോഴും അമ്മ പറയില്ല കേട്ടാ, കാരണം എല്ലാവർക്കും എത്തുന്നുണ്ട് എത്തിക്കും എന്നുള്ളത് പറയും. മറ്റേത് ചിലപ്പോൾ തികയില്ലാവുന്നില്ലേ, അപ്പോൾ ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കും. ഇതാണ്ട് അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ, ഇതായിട്ടില്ല കേട്ടോ, ഇത് നല്ല പോലെ കുറുകാണ്ട് പായസമായിട്ടോ. നമ്മളിതിൽ കുറച്ച് ചുക്ക് കൊടുത്തിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട്, പിന്നെ ഏലക്കായ ഇട്ടു കേട്ടോ. അപ്പോഴേക്ക് അനിയേട്ടൻ വാഴയില വെട്ടാൻ വേണ്ടിയിട്ട് പോയി, അനിയേട്ടന് വാഴയിലയിൽ കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. പായസം കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കില്ലേ, അപ്പം ഇനി ഏലക്കയും ചുക്കും ഒരു തുള്ളി പഞ്ചസാരയും പാടെ കൂട്ടി ഇതാട്ടോ 1-ാം പാല് ഇത് വാങ്ങി വെച്ചിട്ട് നമുക്കിതാ കണ്ടോ മെയ് ഇതിൽ 1-ാം പാല് വെച്ച് പിന്നെ ചൂടാക്കാൻ പാടില്ലേ. എന്താ മണം, ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് അറിയാം. അപ്പം നമ്മളേ എപ്പോഴും ഫസ്റ്റ് ഉണ്ടാക്കുന്നതല്ലേ നമ്മുടെ ഇതെന്തിനാണ് ഈ അടുപ്പിന് കൊടുക്കുന്നതെന്നറിയോ, അറിയണവരുണ്ടെങ്കിലല്ലേ എന്താ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് രണ്ടിടത്ത് ഉണ്ടാക്കുമ്പോഴും നടാടെ നമ്മുടെ എന്താ അടുപ്പിലുണ്ടാക്കുമ്പോൾ കൊടുക്കണം എന്നാ പറയുക. അങ്ങനെ കമന്റ് കാണുന്നുണ്ട്, അകത്തുണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല പുറത്തുണ്ടാക്കുമ്പോൾ. ഇവിടെ നമ്മൾ അകത്തുണ്ടാക്കുമ്പോഴും പുറത്തുണ്ടാക്കുമ്പോൾ അടുപ്പിന് കൊടുക്കണമല്ല അഗ്നിക്ക് കൊടുക്കണം. അഗ്നിക്ക് കൊടുക്കണം. അതെന്താ വെച്ചാൽ അത് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ, എന്താണ് കാരണം എന്നുള്ളത് അറിയണവർ. അപ്പം ഈ പാത്രമൊക്കെ താഴേക്ക് വീഴുന്നു. നെയ്യൊക്കെ കഴിഞ്ഞോ? ഉണ്ടേ, നെയ്യൊക്കെ ഉണ്ട്. ഇവിടെ നെയ്യ് എപ്പോഴും ഉണ്ടാവും കേട്ടോ, കാരണം നെയ്യില്ലാത്തൊരു പരിപാടി ഉണ്ടാവില്ല. കുട്ടികൾക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് വാങ്ങി വയ്ക്കുക. ആരാടി എന്തോ
ഓർഡർ ചെയ്തിട്ട് ഓൺലൈനിൽ എന്താ നിൽക്കുക, ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ പെട്ടു വിചാരിച്ചിട്ട്. നീ കുട്ടികൾ വരുമ്പോൾ ഇന്ന് ചായ വേണ്ട കേട്ടോ, പായസം ഉണ്ടെങ്കിൽ പായസം കുടിച്ചോളും. ചായക്ക് വലിയ താല്പര്യമില്ല. അല്ലെങ്കിൽ ചായക്ക് വലിയ താല്പര്യമില്ലാത്തവരായിരുന്നു. ഇപ്പോൾ ചായയോട് തീരെ താല്പര്യമില്ലാത്ത മക്കളാട്ടോ. നമ്മുടെ പായസം കണ്ടോ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. പപ്പടം അങ്ങനെ പറ്റില്ല സുഖം, പപ്പടം ഇല്ലാണ്ട് നടക്കില്ല. ഇതാണ്ടോ കണ്ടില്ലേ. ഇനി എന്തില്ലേ എന്താ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് പറഞ്ഞു വെച്ചാൽ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് നമ്മുടെ തേങ്ങാപ്പാലില്ലേ തട്ടരിയില്ലാതെ ഇളക്കിയിട്ട് ഒഴിച്ച് കഴിഞ്ഞാലും കുറുകുട്ടോ. ഞാൻ ഇതെപ്പോൾ തുടങ്ങിയ കുറുക്കല വെച്ചിട്ടാ കുറുകി കണ്ട 2 മണി കഴിഞ്ഞു കണ്ടോ കുറുകി വരുന്നുണ്ടോ. അങ്ങനെ കുറുകി വന്നു. നമ്മൾ കുറച്ച് നേരം പണിപ്പെട്ട കുഴപ്പമില്ല. നമ്മൾ തോന ഉണ്ടാക്കുമ്പോൾ എന്താ ചിലപ്പോൾ ഇങ്ങനെ കുറുകാതെയൊക്കെ ഇരിക്കുകയാണ് പറഞ്ഞു വെച്ചാൽ അമ്മ പറയുന്നതാണ് കേട്ടോ. അത് ഏത് പായസത്തിനാണ് പറഞ്ഞു വെച്ചാൽ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അങ്ങനെ ആക്കിയാൽ മതി എന്നുള്ളത്. വേഗം വരുമോ? പായസമുള്ളപ്പോൾ പപ്പടം ആക്കണമെന്ന് എനിക്ക് അറിയില്ല. എന്ത് സുഖം ഇങ്ങനെ. മുതൽ തുടങ്ങിയതാണ് ഇതിൻ്റെ. ഇപ്പോഴേ കൊട്ടിയൂർക്ക് പോവാനേ വണ്ടിയൊക്കെ ഏൽപ്പിച്ചതേ അയ്യനാ തോന്നുന്നുണ്ട്. എനിക്കും തന്നെ അമ്മൂനും അച്ഛനും അല്ലേ 2-3 ഡ്രസ്സുകൾ എടുക്കണം വീട്ടിലിടാനുള്ളതേ. മഴ പെയ്യാൻ ഇത്ര നേരം നോക്ക് തുണി തിരുമ്പി ഇട്ടതാട്ടോ ഞാൻ. അപ്പോൾ മഴ പെയ്യുന്നു വിചാരിച്ചിട്ട് തോരട്ടില്ല. ഇപ്പോൾ ഈ കാറ്റിൻ്റെ ഇതിൽ ഉണങ്ങിയിരുന്നു. ഇനി രാവിലെ ഒരു ചൂടും വരുന്നുണ്ടല്ലോ ഇപ്രാവശ്യമല്ലേ വെളിച്ചം വരുന്നുണ്ട് നമുക്ക്. ഇപ്രാവശ്യം കറണ്ട് ബില്ല് നല്ല രീതിയിൽ കറണ്ട് ബില്ല് വന്നു. കാരണം എന്താണെന്ന് അറിയാം 600 അടിയിൽ വെള്ളം കയറുന്നതിൻ്റെ ആണോ. പിന്നെ വേനലും ആയിരുന്നില്ലേ. അപ്പോൾ ഇപ്പോഴല്ലേ തണുപ്പായത്. കഴിഞ്ഞ ആഴ്ച വരെ ചൂടന്നല്ലായിരുന്നു. എന്തേ എൻ്റെ അടുത്തല്ല സജി വിളിച്ചു. പപ്പുവിന് ഇഷ്ടമുള്ള പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. പ്രാവശ്യം അധികം ചക്ക തിന്നിട്ടേ ഇല്ല. അല്ലെങ്കിൽ ചക്ക തിന്നിട്ടേ ഇല്ല കേട്ടോ. ഇനിയിപ്പം നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇതിൽ വറുത്തെടുത്തേ. അണ്ടിപ്പരിപ്പ് ഇങ്ങനെയൊക്കെ തകിയുള്ളി പൊട്ടിച്ചിട്ടോ അതല്ലോ. അത് തണുക്കും ചേർന്നു 4 നടുവിലൊന്ന് പൊട്ടിച്ചോ. നമുക്കുള്ളത് 6 എണ്ണം 7 എണ്ണം 10 ആക്കിക്കോ. ഇനി 2 കഴിക്കാൻ തോന്നിയല്ല. പായസം കൂട്ടുമ്പോൾ പപ്പടം ഇല്ലാണ്ടെങ്കിൽ ചോറിനുമ്പോൾ കിട്ടിയില്ലെങ്കിലും. മുന്തിരി കുട്ടിക്ക്. അപ്പോൾ അതാ നമ്മുടെ പായസമായി കേട്ടോ. ഞാൻ അത് സമയമുള്ളത് കൊണ്ടല്ലേ ആക്കിയതാണ്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് അരിപ്പൊടി കൊണ്ട് ആക്കുമായിരുന്നു കേട്ടോ. കുറുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. ഇതാ ഇനി ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കണില്ല. കാരണം അതിൽ അത്യാവശ്യം നെയ്യുണ്ട്. ഇതെന്തിനാണെന്നറിയോ? ചുക്കുവെള്ളം. ഇതാ കണ്ട ഇത്ര ദിവസമായി കാത്തിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ഉണ്ടാക്കുക എന്നാണ്ടോ. പക്ഷേ അല്ലേ എനിക്ക് നീ എന്തെങ്കിലും ഇങ്ങനെ കടിക്കാൻ വേണം കേട്ടോ. ഇങ്ങനെ കടിക്കാണ്ടാവില്ല. എനിക്ക് പായസം വെക്കുമ്പോൾ അട ഇട്ടിട്ടൊന്നും ഉണ്ടാക്കാറില്ല ഏട്ടൻ. അങ്ങനെ തന്നെ ഏട്ടൻ ഇനി അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാട്ടോ. അരി ഇട്ടിട്ടുണ്ടാക്കും കേട്ടോ. അതിന് അങ്ങനെയല്ല ഉണ്ടാക്കുക. അത് നമ്മൾ
എന്താ അത് ഞാൻ ഒരു ദിവസം വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. എന്താ അരിഞ്ഞിട്ട് ചക്ക അരിഞ്ഞിട്ട് പഴുത്ത ചക്ക അരിഞ്ഞിട്ട് പച്ചരി ഇട്ടിട്ട് പായസം വയ്ക്കും, തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട്. കല്യാണത്തിന് പോയിട്ടല്ലേ അത്? പക്ഷെ മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ, വെള്ളം പോലെ. പ്രഥമ ഗംഭീരേഷം നോക്കുമ്പോ അത് ഒന്നും കടിക്കാല്ലാത്തോണ്ട് എന്തോ ഒരു പോലത്തെ പായസം ഉഷാറാണ്. പക്ഷെ അതിന് വെള്ളം പോലെ ഇതിലത് വെള്ളം പോലുള്ളൊരു പായസം എന്താണ്ടോ കുറുകിയിട്ട്. ഇനി ഇതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണം. ചൂടാറി ഇതിന്ന് അപ്പോൾ കുറച്ചുണ്ട് പറഞ്ഞാൽ ഉണ്ടാവും തോന്നണുണ്ട്. അമ്മയ്ക്കും കൊടുത്തു വിടണം, അമ്മയ്ക്ക് കൊടുത്തു വിടണം എന്നുണ്ട്. അവിടെ ഉണ്ടാക്കിയോന്നറിയില്ല, ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൊടുത്തു വിടണ്ട, അല്ലെങ്കിൽ കൊടുത്തു വിടണം. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തട്ടെ. നാളെ നിങ്ങൾ ഇതേപോലെ പായസം കിട്ടണവരല്ല ചക്ക കിട്ടണവർ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അധികം ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ. എന്താ നമ്മുടെ മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ മധുരം എന്ന് പറയുമ്പോൾ. കണ്ട ചൂടാറാനേ ഒരു പാത്രത്തേക്ക് കണ്ട കുറുകി വന്നേക്കണത്. ഇത് ഞങ്ങൾക്ക് ഇപ്പം കഴിക്കാനുള്ളത് കേട്ടോ. പപ്പുട്ടനും കൊടുക്കണ്ടേ? പപ്പുട്ടന് ഷുഗർ വരും എന്നൊക്കെ പറയും. ഒരു ഗ്ലാസ് പായസം കുടിക്കാൻ കൊടുക്കട്ടോ. ഓണത്തിന് സദ്യ സമയത്ത് സദ്യ കഴിക്കണേക്കാട്ടിലും പായസത്തിന് വേണ്ടിയിട്ട് കിടന്നിട്ട് ഇങ്ങനെ പൊരിയ കൂട്ടുന്നു. അതിൻ്റെ ഈ എന്താ പായസത്തിൻ്റെ മണം കൂടി ഇതായി കഴിഞ്ഞാൽ ഇത് ഈ പാത്രത്തേക്ക് മാറ്റി വെക്കട്ടെ. അപ്പോൾ കുട്ടികൾ വരുമ്പോഴേക്കായില്ലേ കണ്ടോ കുറുക്കി വന്നത്. അപ്പോൾ ഒന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇതാവും കേട്ടോ, കുറുകി വരും. കാരണം ഉറുമ്പ് വരുള്ളൂ. ഒക്കെ നല്ല രസമാണ് ഉറുമ്പ്. പുതിയ വീട്ടിൽ നമ്മുടെ ഈ പുതിയ വീട്ടിൽ ഭയങ്കര ഉറുമ്പാട്ടോ. ഞാൻ വെറുതെ വിളിച്ചാടി അധികം ഉണ്ടാവോ? അനിയനും ഇഷ്ടാട്ടോ അല്ലേ? ഇന്നലെ വന്നപ്പോൾ ചക്ക വരട്ടിയത് ഉണ്ടായിരുന്നല്ലേ? കഴിഞ്ഞോ ചോദിച്ചു കേട്ടു. ചക്ക വരട്ടിയത് വലിയ അനിയുണ്ട്. ചക്ക 3 ഉണ്ട്. നല്ലത് വലുത് വീടുണ്ടല്ലോ. വേണ്ടോ പായസം കുട്ടികൾക്കുള്ള ഇഷ്ടം പോലെ കുടിക്കുന്നുണ്ട്. ഇതിൽ പപ്പടം അങ്ങോട്ട് കുഴച്ചിട്ടിട്ട് അങ്ങോട്ട് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പഴം കൂടി ചേർത്ത് പഴം ഇല്ലാതെ കഴിച്ചു നോക്കാം. ഇനി കുറച്ചും കൂടി ചക്ക ഉണ്ട് കേട്ടോ. അതും കൊണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കാണിച്ചു നാളെ ഓരോന്ന്. ഇനി പഴുത്ത ചക്ക കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു രീതിയിലുള്ളൊരു പായസം ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നാളെ കാണാം.